യക്ഷി സാധനയുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ ഒരു ധാരണ യക്ഷിയെ പ്രത്യക്ഷപ്പെടുത്തി എന്താണ് ഭോഗസുഖം അനുഭവിക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതായത് ഈ ഭോഗസുഖം അല്ലെങ്കിൽ ഭോഗിനി യക്ഷി എന്ന് പറഞ്ഞിട്ടൊരു യക്ഷി, ഭോഗിനി യക്ഷി. ഇത് ഈ യക്ഷിയെ കുറിച്ച് സങ്കല്പം തന്നെ എന്ന് പറയുന്നത് അവരെ എല്ലാ ഭോഗസുഖങ്ങളും ഈ വ്യക്തിക്ക് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സാധന ചെയ്തു കഴിഞ്ഞാൽ ആഗ്രഹിക്കുന്ന സമയത്ത് സംഭോഗ പൂർത്തി കിട്ടും. എല്ലാ മൂർത്തികളും എല്ലാ കാര്യത്തിലും എല്ലാ ആളുകൾക്കും സ്യൂട്ടബിൾ അല്ല. അപ്പൊ അയാളെ കൂടെ നമ്മൾ പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. യഥാർത്ഥത്തിലുള്ള യക്ഷി സങ്കല്പം, യക്ഷി ഒരു എന്താണ് നമ്മളൊരു ദേവതയായിട്ട് കാണുന്ന സമയത്ത് അത് എങ്ങനെയാണ് ആ യക്ഷി സങ്കല്പം ഉള്ളത്? നമ്മുടെ കേരളത്തിലെ യക്ഷികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ യക്ഷികൾക്ക് ഒരു യൂണിഫോം ഉണ്ട്. നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ചൈതന്യ ഭാവമാണ് യക്ഷി. ഒരുപാട് ആളുകൾ യക്ഷി സാധനയ്ക്ക് വേണ്ടിയിട്ട് വരാറുണ്ടായിരുന്നു. പല ആൾക്കാരും യക്ഷി സാധനം എടുക്കാൻ വേണ്ടി വരാം, പലതരത്തിലുള്ള യക്ഷി. പക്ഷെ ഏറ്റവും ശക്തമായ മനസാന്നിധ്യമുള്ളവർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു സാധനയാണ് യക്ഷി സാധന. ചെറിയൊരു അസ്ത്രം ഉണ്ടാക്കി ആ അസ്ത്രത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സംവാദങ്ങളൊക്കെ ചെയ്തിട്ട് എതിരാളിയുടെ സ്ഥാപനത്തിന്റെ മുന്നിലോ വീടിന്റെ മുന്നിലോ കൊണ്ടുവന്ന് കുഴിച്ചിടും ഈ അസ്ത്രം. അതോടുകൂടി ശത്രു സൈന്യത്തിന് എന്താണോ സംഭവിക്കുക അതേ തന്നെ ഈ ആൾക്ക് സംഭവിക്കും. ഒരുപാട് ക്രൈറ്റീരിയകൾ ഉണ്ട് ഇത്. ഒരുപാട് സൂക്ഷ്മ തലത്തിൽ നമ്മൾ പരിശോധിച്ചിട്ട് വേണം നമ്മൾ ഇത് ഉപയോഗിക്കാൻ. അതായത് നമ്മളിപ്പോൾ ഒരു വ്യക്തിക്ക് മരുന്ന് കൊടുക്കാന്ന് വയ്ക്കുക, ഡോക്ടർ മരുന്ന് കൊടുക്കുമ്പോൾ അയാളുടെ പ്രായം, ആരോഗ്യസ്ഥിതി, അയാളുടെ തൂക്കം, ഭക്ഷണ രീതി, ജോലി, കുറേ കാര്യങ്ങൾ പരിശോധിച്ചിട്ടാണ് ഏത് മരുന്നാണ് അയാൾക്ക് കൊടുക്കേണ്ടത് തീരുമാനിക്കുന്നത്. കാരണം എല്ലാ മരുന്നും എല്ലാവർക്കും സ്യൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ എല്ലാ മൂർത്തികളും എല്ലാ കാര്യത്തിലും എല്ലാ ആളുകൾക്കും സ്യൂട്ടബിൾ അല്ല. അപ്പൊ അയാളെ കൂടെ നമ്മൾ പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ യക്ഷി മന്ത്രങ്ങളുണ്ടല്ലോ, യക്ഷി ഉപാസന ഉണ്ടല്ലോ. ഇപ്പൊ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്നത് പോലെ വെള്ളസാരിയെ കുറിച്ച് നടക്കുന്ന യക്ഷിയാണ് പല ആളുകളുടെയും മനസ്സിലുള്ളത്. യഥാർത്ഥത്തിലുള്ള യക്ഷി സങ്കല്പം, യക്ഷി ഒരു എന്താണ് നമ്മളൊരു ദേവതയായിട്ട് കാണുന്ന സമയത്ത് അത് എങ്ങനെയാണ് ആ യക്ഷി സങ്കല്പം ഉള്ളത്? അതുപോലെ തന്നെ നമ്മളിൽ ഈ പലപ്പോഴും ഉപാസിക്കുക, ഇപ്പം മരത്തിന്റെ ചോട്ടിലൊക്കെ പോയിട്ട് ഉപാസിച്ച് പിന്നെ പല യക്ഷിയെയും എന്താണ് പ്രത്യക്ഷപ്പെടുത്തി എന്നൊക്കെ കേൾക്കാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ സത്യമാണോ? എല്ലാവരുടെയും ധാരണ, അതായത് നമ്മളെ സ്വാധീനിച്ചിട്ട് ഏറ്റവും വലിയൊരു സാധനമാണ് സാഹിത്യത്തിലെ യക്ഷി, സിനിമയിലെ യക്ഷി. ഇവരൊക്കെയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള യക്ഷി. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ യക്ഷികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ യക്ഷികൾക്ക് ഒരു യൂണിഫോം ഉണ്ട്. മറ്റ് രാജ്യങ്ങളുടെ സാഹിത്യത്തിലുള്ള യക്ഷി അല്ലെങ്കിൽ പ്രേതത്തിന്റെ യൂണിഫോം വേറെയാണ്. അപ്പൊ പലരുടെയും സങ്കല്പത്തിലുള്ള സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു രൂപമാണ് യക്ഷി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഭൂമിയിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ചൈതന്യം, അത് നമ്മുടെ ഉള്ളിലും ആ ചൈതന്യം സമാനമായിട്ടുണ്ട്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ എലമെന്റുകളും നമ്മുടെ ഉള്ളിലും ഉള്ളതാണ്. അപ്പൊ എല്ലാ ചൈതന്യങ്ങളും നമ്മുടെ ഉള്ളിലും ഉണ്ട്. അപ്പോൾ നമ്മുടെ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേക ചൈതന്യ ഭാവമാണ് യക്ഷി. അതിന് നമുക്കൊരു രൂപം കൊടുക്കുന്നത് ആ ഉപാസകന്റെ സങ്കല്പത്തിനനുസരിച്ചിട്ടാണ്. എങ്ങനെയായിരിക്കണം ഈ ദേവി എന്റെ മുമ്പിൽ, ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ദേവി എങ്ങനെയാണ് അല്ലെങ്കിൽ യക്ഷി എങ്ങനെയാണെന്നുള്ള അയാളുടെ സങ്കല്പത്തിലാണ് അയാളുടെ ദേവി. അത് മറ്റൊരാളുടെ സങ്കല്പത്തിൽ അങ്ങനെ ആകണമെന്നില്ല. അപ്പൊ ഈ നേരിട്ട് വന്നു എന്ന് പറയുന്നത് ഇതൊരിക്കലും മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് പുറമേ കാണാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയ ഗോചരമായിട്ടുള്ള ഒരു ശക്തിവിശേഷമല്ല ഒരു ഉപാസനാമൂർത്തി. നമ്മളെല്ലാം കഥകളി വായിച്ച് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ അത് കണ്ണിലല്ല ബോധത്തിലാണ് പ്രത്യക്ഷപ്പെടുക. ഒരു ദേവൻ പ്രത്യക്ഷപ്പെടുന്നത് ആ വ്യക്തിയുടെ, അതുകൊണ്ടാണ് അടുത്തിരുന്ന ആൾ കണ്ടില്ല എന്ന് പറയില്ലേ. അടുത്തിരുന്ന ആൾ കണ്ടില്ല, ഞാൻ മാത്രമേ കണ്ടുള്ളൂ എന്ന് പറയാൻ കാര്യം എന്താ? എന്റെ ബോധതലത്തിൽ ഞാൻ സങ്കല്പ രൂപത്തിൽ ഈ ചൈതന്യത്തിന്റെ ഭാവം എന്നിൽ തെളിഞ്ഞു വന്നതാണ് എന്റെ ഉപാസനാമൂർത്തി എന്നുള്ളത്. അതായത് നമ്മളൊരു വ്യക്തി ഇപ്പൊ നമ്മൾ തമ്മിൽ കാണുന്നത് പോലെ കാണുന്ന നമ്മുടെ ഇന്ദ്രിയമായിട്ടുള്ള ഒന്നല്ല ഇത്. ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറമുള്ള ബോധത്തിൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ചൈതന്യ വിശേഷമാണ്. അത് തെളിയാൻ, ആ ബോധത്തിൽ തെളിഞ്ഞു വരാൻ, അതിലേക്ക് നമ്മളുടെ എല്ലാ ചിന്തയും അല്ലെങ്കിൽ നമ്മുടെ 5 ഇന്ദ്രിയങ്ങളെയും ഇതിലേക്ക് നമ്മൾ കൂടുതലായിട്ട് ഏകാഗ്രതമാക്കി വെക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന സാധനയാണ് ഉപാസന. അത് പലപ്പോഴും യക്ഷി സാധന എന്നൊക്കെ പറഞ്ഞാൽ അതിന് തക്കതായ ഒരു അന്തരീക്ഷം നിലനിർത്തണം. ആ അന്തരീക്ഷം നിലനിർത്താൻ വേണ്ടിയിട്ടാണ് പാതിരാവില്, പൗർണമിയില്, വനത്തിന്റെ ഉള്ളില് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഒരു പീഠത്തില് അവിടെ യക്ഷിക്ക് വെക്കുന്ന പീഠമൊരുക്കുന്ന വേഗത്തിലുള്ള കാര്യങ്ങൾ, മുല്ലപ്പൂവ് അതുപോലെയുള്ള കാര്യങ്ങൾ, വെളുത്ത വസ്ത്രം, അതുപോലെ സുഗന്ധ ലേപനങ്ങളൊക്കെ പൂശി, ഇയാളും അതേപോലെ സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ പൂശിയിട്ടാണ് ഇരിക്കുന്നത്. കാരണം യക്ഷി എന്ന് പറയുന്ന ആ തരത്തിലുള്ള ഒരു എനർജി ആയതുകൊണ്ട് അതിനെ സ്വീകരിക്കാൻ തൻ്റെ ശരീരവും തൻ്റെ മനസ്സും തൻ്റെ ചുറ്റുപാടിനെയും ഒരേ തലത്തിലേക്ക് കൊണ്ടുവന്നിട്ടാണ്. അതുകൊണ്ടാണ് പാതിരാവ്, വനത്തിന്റെ ഉള്ളിൽ, മരച്ചോട്, പാലപ്പൂവ്, പാലയുടെ ഗന്ധം എന്നൊക്കെ പറയുന്നതിന്റെ ആ അന്തരീക്ഷം കൂടെ ക്രിയേറ്റ് ചെയ്യണം. കാരണം നമ്മളുടെ ബോധതലങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിന് ഈ ഇന്ദ്രിയങ്ങളെയും ദർശനങ്ങളെയും ഒക്കെ സ്വാധീനിക്കാനായിട്ട് സാധിക്കും.
ഇപ്പൊ നമ്മൾ ഇവിടെ ഇരുന്ന് ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് വളരെ ദുർഗന്ധം വമിക്കുകയാണെങ്കിൽ നമ്മൾ അസ്വസ്ഥനാവും. അതെ. നല്ലൊരു സുഗന്ധമാണെങ്കിൽ നമ്മൾ സന്തോഷവാനാവും. അപ്പൊ നമ്മുടെ മനസ്സിനെ സ്വാധീനിക്കുന്നത് ഇത്തരം ഇന്ദ്രിയമായിട്ടുള്ള ചില ഘടകങ്ങളുണ്ട്. അപ്പൊ അതിന് തക്കതായ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത സ്ഥലത്ത് വേണം യക്ഷിയെ ഉപാസിക്കാൻ. പിന്നെ പ്രത്യക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ, അവന്റെ ബോധത്തിൽ, അവന്റെ ബുദ്ധിയിലും ബോധത്തിലുമാണ് ഈ ദേവത പ്രത്യക്ഷപ്പെടുന്നത്. അതിന്റെ ശബ്ദങ്ങളും ശബ്ദബീജികളും കേൾക്കാൻ സാധിക്കുന്നത് അത് അയാളുടെ ഉള്ളിൽ തന്നെയാണ്. പക്ഷെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഒരുപാട് ആളുകൾ യക്ഷി സാധനയ്ക്ക് വേണ്ടിയിട്ട് വരാറുണ്ട്. പല ആൾക്കാരും യക്ഷി സാധനം എടുക്കാൻ വേണ്ടി വരാം, പലതരത്തിലുള്ള യക്ഷി. പക്ഷെ ഏറ്റവും ശക്തമായ മനസാന്നിധ്യമുള്ളവർക്ക് മാത്രം ചെയ്യാവുന്ന ഒരു സാധനയാണ് യക്ഷി സാധന. കാരണം മനോനില തെറ്റിപ്പോയ പല ആളുകളെയും ഞാൻ നേരിക്കണ്ടിട്ടുണ്ട്. യക്ഷി സാധനയുടെ ഒരു ഘട്ടം കടന്നു കഴിഞ്ഞപ്പോൾ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുക, ഇല്ലാത്ത വ്യക്തികളോട് സംസാരിക്കുക, അങ്ങനെയുള്ള ആളുകൾക്ക് സാധാരണ നിലയിലുള്ള ഒരു ജീവിതം കൊണ്ടുപോകാൻ സാധിക്കാതെ പലപ്പോഴും ഇവരുടെ വീട്ടുകാർ സൈക്യാട്രിസ്റ്റിനെ കാണിക്കാനും മറ്റോ കൊണ്ടുപോയി ഭ്രാന്തമാണ് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് വന്ന് സാധാരണ സമൂഹ ജീവിതവും കുടുംബ ജീവിതവും നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ആളുകൾ പരീക്ഷണത്തിനിറങ്ങി പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മളുടെ ഇപ്പൊ ഈ മീഡിയയിൽ കൂടെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ പോലും അങ്ങനെ ഏതെങ്കിലും യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ശരിയായിട്ട് അറിയാത്ത ഒരാളിൽ നിന്നോ ഇത്തരം സാധനാ സമ്പ്രദായം സ്വീകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ മനോനില തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതിന് മുമ്പായി ശക്തനായിട്ടുള്ളൊരു മൂർത്തി സാന്നിധ്യം സിദ്ധി വരുത്തിയാക്ക് മാത്രമാണ് യക്ഷി സാധനയിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു ചാനലിൽ കണ്ടു എന്ന് കരുതിയിട്ട് എന്നാൽ പിന്നെ ഞാൻ യക്ഷി സാധന ചെയ്യുക എന്ന് പറഞ്ഞ് ആളുകളുടെ അടുത്തേക്ക് പോവുകയും അതിൽ പെട്ടുപോവുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങ് പറഞ്ഞത് വളരെ സത്യമാണ്. അതിൽ തന്നെ ഇപ്പം യക്ഷി സാധനയുമായി ബന്ധപ്പെട്ട് പല ആളുകളുടെ ഒരു ധാരണ, യക്ഷിയെ പ്രത്യക്ഷപ്പെടുത്തി ഭോഗസുഖം അനുഭവിക്കാം എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അത് പല ആളുകളുടെയും മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു പോയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെപ്പറ്റി കൂടി ഒന്ന് അങ്ങ് പറയാമോ? തീർച്ചയായിട്ടും. അതായത് ഈ ഭോഗസുഖം അല്ലെങ്കിൽ ഭോഗിനി യക്ഷി എന്ന് പറഞ്ഞിട്ടൊരു യക്ഷി, ഭോഗിനി യക്ഷി. ഇത് ഈ യക്ഷയെക്കുറിച്ച് സങ്കല്പം തന്നെ എന്ന് പറയുന്നത് അവരെ എല്ലാ ഭോഗസുഖങ്ങളും ഈ വ്യക്തിക്ക് കൊടുക്കും എന്നുള്ളതാണ്. പക്ഷെ അത് ഇവർ കേട്ടിരിക്കുന്ന പോലെയുള്ളതല്ല സത്യം. അതായത് അനുഭവത്തിലൂടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം സ്ത്രീകൾ നമ്മൾക്ക് വന്ന് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്ത്രീ രൂപത്തിൽ യക്ഷി ചുരിദാറൊക്കെ ഇട്ടോ അല്ലെങ്കിൽ വെള്ള സാരിയൊക്കെ ഇട്ടോ നമ്മുടെ കൂടെ വന്ന് കിടന്ന് നമ്മളുമായി സംഭോഗം നടത്തുന്നു എന്ന ഒരു പ്രതീതിയല്ല. പക്ഷെ യഥാർത്ഥത്തിൽ ഈ സാധന ചെയ്തു കഴിഞ്ഞാൽ നമ്മളിത് കഴിയുമ്പോൾ അല്ലെങ്കിൽ സാധകന് ചില സമയത്ത് ആഗ്രഹിക്കുന്ന സമയത്ത് സംഭോഗ പൂർത്തി കിട്ടും. അതായത് സാധാരണ ഇയാള് എങ്ങനെ ഒരു സംഭോഗ സംതൃപ്തി നേടിയോ അതേ സംഭോഗ സംതൃപ്തി ഈ വ്യക്തിക്ക് നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് അനുഭവമാണ്. അതുണ്ടാകും. അത് തീർച്ചയായിട്ടും അയാൾ വളരെ അത് സ്വപ്നത്തിലൂടെയാണ് ഇത് സാധിക്കുന്നത് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള സാധനമാണ്. അങ്ങനെ സാധകം ചെയ്യുന്ന ആൾക്ക് അങ്ങനെ ഒരു സംഭോഗ സംതൃപ്തി കിട്ടും. ഇപ്പോൾ പലവിധ മന്ത്രോപാസനകൾ, അതായത് ഇപ്പോൾ പലതരത്തിലുള്ള മന്ത്രങ്ങൾ, ഇപ്പം ഈ അഥർവം എന്നൊക്കെ പറയുന്ന വേദങ്ങളിലെ കൺസെപ്റ്റ് ഉണ്ടല്ലോ. ഇപ്പം അഥർവം എന്തോ ഒരു മോശമാണ് അല്ലെങ്കിൽ അഥർവം മാറ്റിവെക്കപ്പെട്ടതാണ് എന്നൊക്കെ പറയാറുണ്ട്. അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്താണ്? മാത്രമല്ല അഥർവം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരാളെ നശിപ്പിക്കാൻ മാത്രമായി ഉണ്ടാക്കിയ ഒരു വേദമാണോ? തീർച്ചയായിട്ടും അല്ല. അതായത് നമ്മുടെ ഋഷീശ്വരന്മാർക്ക് ഉണ്ടായ കാര്യം ഈ അഥർവവേദം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ആദ്യത്തെ നമ്മളിപ്പോൾ വശ്യം പോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നിട്ട് മാരണവും ഉച്ചാടനവും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ അത് വേദത്തിന്റെ ഭാഗമായി ഉപയോഗിച്ചാൽ ചില ആളുകൾ ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യാനും ദുരുപയോഗം ചെയ്യാനും സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് ആ ഭാവത്തിനെ കുറച്ച് മാറ്റി നിർത്തി. കാരണം അത് കുറച്ചുകൂടെ ശക്തി കൂടിയ ഒരു സമ്പ്രദായതുകൊണ്ട് അത് ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളത്. പക്ഷെ അഥർവം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനമാണ്. സൃഷ്ടി സ്ഥിതി സംഹാരത്തില് ഈ സംഹാരവും കൂടിയാലേ സൃഷ്ടിയുടെ പരിപൂർണതയിലേക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആ ഒരു സമ്പ്രദായവും നമുക്ക് ആവശ്യമാണ്. പക്ഷെ പിന്നീട് വന്നപ്പോ ഈ എതിരാളികളെ ഇത് ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സങ്കേതമായിട്ട് പലപ്പോഴും ഇത്തരം കാര്യം എനിക്ക് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഷഡ്കർമ്മങ്ങളിൽ മാരണകർമ്മമുണ്ട്. മാരണകർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ എന്റെ ശത്രുവിനെ കൊല്ലുക എന്നുള്ളതല്ല മാരണകർമ്മം പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടിയാണ് ഇത് ഉപയോഗിക്കുക. ഉദാഹരണം, ഒരു ഗ്രാമത്തിൽ ഒരു മാന്ത്രികനുണ്ട്. ആ മാന്ത്രികന്റെ ജോലി അവിടെയുള്ള ശത്രുക്കളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ആരെങ്കിലും പണവുമായി വരുമ്പോൾ അത് മേടിച്ചിട്ട് കൊട്ടേഷൻ എടുത്ത് ഒരാളെ ഉപദ്രവിക്കുക എന്നുള്ളതല്ല. തൻ്റെയും തൻ്റെ സമൂഹത്തിൻ്റെയും തൻ്റെ രാജ്യത്തിൻ്റെയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ കടന്നു കയറുന്ന ഏത് ജന്തുക്കളെയും
അതിനെ സംഹരിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അത് ഉപയോഗിക്കുക. ഉദാഹരണമായിട്ട് ഒരു കൃഷി നശിപ്പിച്ചത്, ഇപ്പൊ നമ്മൾ പറയാം വന്യമൃഗങ്ങളുടെ ശല്യങ്ങളൊക്കെ ഉണ്ട്. ഈ വന്യമൃഗങ്ങളുടെ ശല്യ സമയത്ത് പോലും നമുക്ക് ഇത്തരം കർമ്മങ്ങൾ ഉപയോഗിക്കാം. ഈ ഉച്ചാടനവും മാരണവും സ്തംഭനവും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ അത് മനുഷ്യന് വേണ്ടി മാത്രമല്ല, ജീവിതത്തിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കെതിരെയും നമുക്ക് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് ആ ഗ്രാമത്തിലെ കൃഷിവകകൾ നശിപ്പിക്കുന്ന ഒരു കാട്ടാന ഉണ്ടെന്ന് വെക്കുക, അല്ലെങ്കിൽ കാട്ടുമന്നി ഉണ്ടെന്ന് വെക്കുക. ഇതല്ലെങ്കിൽ കൊള്ളക്കാർ കടന്നു കയറിയിട്ട് ആ നാട്ടിലുള്ള ആളുകളുടെ വസ്തുവകകൾ അടിച്ചുകൊണ്ട് പോകുന്നു, മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു വിചാരിക്കുക. അങ്ങനെയുള്ള സമയത്ത് വേണമെങ്കിൽ സ്തംഭനമോ മാരണമോ ഉച്ചാടനമോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ വരുന്ന ശത്രുക്കളെ മാറ്റാം. അദൃശ്യരായിട്ടുള്ള ശത്രുക്കൾ ഉണ്ടാവും, അവരെ സ്തംഭനം ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. അങ്ങനെ അത് പൊതുനന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. ഇന്നിപ്പോ പോലീസും സൈന്യവും നിയമ സംവിധാനങ്ങളൊക്കെ വന്ന ഒരു കാലഘട്ടത്തിൽ ഇന്നൊരു അങ്ങനത്തെ ഒരു മാന്ത്രികന്റെ ആവശ്യം ഇല്ലാത്തത് കൊണ്ടും ജനങ്ങൾക്ക് അത്തരം കാര്യത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടും ഇന്ന് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. പണ്ട് കാലത്ത് മാന്ത്രികനും വൈദ്യനും മന്ത്രിയും രാജാവും ഒക്കെ ചേർന്ന ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നു. ആ ഭരണ സംവിധാനത്തിൽ രാജഗുരുവോ ഇല്ലെങ്കിൽ അവിടുത്തെ ഒരു ആസ്ഥാന മാന്ത്രികനായിട്ടുള്ള ഒരു വ്യക്തിയൊക്കെ ആ നാട്ടിലുണ്ടാവും, ഒരു വൈദ്യനുണ്ടാവും. അയാളൊക്കെ ആയിരിക്കും അതിന്റെ അവസാന വാക്ക് പറയുന്നേ. അപ്പൊ ഇങ്ങനെ ആ നാടിനുണ്ടാകുന്ന ഇപ്പൊ നമ്മള് പാശുപത അസ്ത്ര മന്ത്രം എന്ന് പറയുന്ന ഒരു മന്ത്രമുണ്ട്. ആ മന്ത്രം അന്ന് ഉപയോഗിക്കുന്നത് ഈ അസ്ത്രത്തിലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ അസ്ത്രം പാശുപത മന്ത്രം കൊണ്ട് ആ പാശുപത ഹോമം നടത്തി അതിന്റെ സമ്പാദം ഇതിൽ തേച്ച് ശത്രുവിൻ നാശത്തിന് വേണ്ടിയിട്ട് കർമ്മം ചെയ്ത് ഈ അസ്ത്രങ്ങള് നമ്മുടെ സൈന്യത്തിന്, അന്നത്തെ കാലത്തെ കാര്യം പറഞ്ഞു കേട്ടോ, ഇന്നത്തെ കാലത്തല്ല, സൈന്യത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ സൈനികർ ഈ അസ്ത്രം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എതിരാളികളെ തറപറ്റിക്കാൻ പെട്ടെന്ന് തന്നെ, അല്ലെങ്കിൽ മായയിൽ വലയം പ്രാപിപ്പിക്കാനായിട്ട്, അവർക്ക് കണ്ണ് കെട്ടിക്കളയാൻ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കാനായിട്ട് ഈ അസ്ത്രമന്ത്രം കൊണ്ട് സാധിക്കും. ഇത് ഒരെണ്ണം എടുത്ത് ശത്രു സൈന്യത്തിലേക്ക് പോകെടുത്താൽ അവരുടെ മാനസിക നില തെറ്റിപ്പോകും. അവർക്ക് നമ്മളെ എതിരിടാനായിട്ടുള്ള മാനസിക ബലം അതോടുകൂടി ഇല്ലാതെയായി ഇവർ ഭയചകിതരാകും. കാരണം ഇവർക്കൊരു മായാ വലയത്തിലേക്ക് ഈ പാശുപതാസ്ത്ര മന്ത്രം കൊണ്ട് സാധിക്കും. അപ്പൊ മിക്കവാറും ചെറിയ ഒരു ആക്രമണം ഉണ്ടായാൽ പോലും ഈ എതിർ സൈന്യം പെട്ടെന്ന് ഭയന്ന് തിരിച്ചോടി പോകാനൊക്കെ സാധിക്കും, ഭ്രമത്തിൽപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെ പണ്ട് കാലത്ത് ഇപ്പൊ ഇന്ന് എന്തിനാ ഉപയോഗിക്കുന്നില്ല. ഈ കോർപ്പറേറ്റ് മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് ഈ പാശുപത ഇപ്പോൾ അസ്ത്രം തന്നെ ഉപയോഗിക്കും. ചെറിയൊരു അസ്ത്രം ഉണ്ടാക്കി ആ അസ്ത്രത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ സമ്പാദങ്ങളൊക്കെ ചെയ്തിട്ട് എതിരാളിയുടെ സ്ഥാപനത്തിന്റെ മുന്നിലോ വീടിന്റെ മുന്നിലോ കൊണ്ടുവന്ന് കുഴിച്ചിടും ഈ അസ്ത്രം. അതോടുകൂടി ശത്രു സൈന്യത്തിന് എന്താണോ സംഭവിക്കുക അതേ തന്നെ ഈ ആൾക്ക് സംഭവിക്കും. അപ്പൊ ഇന്നത്തെ കാലത്ത് അതിന്റെ ഒരു വേർഷൻ മാറി. ആ പഴയ വേർഷനിലല്ല ഉപയോഗിക്കുന്നത്, സാധനം ഒന്ന് തന്നെയാണ്, പക്ഷെ ഉപയോഗത്തിന് പല വിധത്തിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ഈ ഉച്ചാടനമോ അതുപോലെ തന്നെ സ്തംഭനമോ ഒക്കെ ചെയ്ത് അതിൽ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ, ഇപ്പം ജോലി സ്ഥിരമായി നഷ്ടപ്പെടുന്നു, സ്വസ്ഥതയില്ല, ദാരിദ്ര്യം വർദ്ധിക്കുന്നു, കുടുംബത്തിൽ അപകടങ്ങൾ വർദ്ധിക്കുന്നു. ഇപ്പം ഇതൊക്കെ നോക്കുമ്പോൾ ഇപ്പം നമ്മൾ ജ്യോതിഷന്മാരുടെ അടുത്തൊക്കെ പോകുമ്പോൾ പറയും ഇത് ഇന്ന പ്രശ്നമാണ് എന്നൊക്കെ പറയും. അപ്പം അങ്ങനെ ഇതിൽ കുടുങ്ങിയ ഒരാളാണെങ്കിൽ എങ്ങനെ അവർക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും? ഈ മാന്ത്രികം എന്ന് പറയുന്നത് പഴയ ഒരു സൈക്കോളജിയാണ്, മനഃശാസ്ത്രമാണ് മാന്ത്രികം. ഒരു വ്യക്തിയുടെ മനസ്സിനെയാണ് ഇവിടെ സ്തംഭിപ്പിക്കുന്നതും മോഹിപ്പിക്കുന്നതും ഉച്ചാടനം ചെയ്യുന്നതും മാരണം ചെയ്യുന്നതും, വ്യക്തിയല്ല, ജീവനെയല്ല. പിന്നീട് ഇത് ജീവനിലേക്ക് മാറും അല്ലെങ്കിൽ വ്യക്തിയിലേക്ക് മാറുമെന്ന് മാത്രം. ഒരു വ്യക്തിയുടെ മാനസികമായിട്ടൊരു അവസ്ഥയാണ് ആദ്യം സ്തംഭിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ സ്വാധീനിക്കപ്പെടുന്നത് ആ വ്യക്തിയുടെ മനസ്സാണ്. അപ്പൊ ഇവിടെ ഒരാൾക്ക് ജോലിയില്ല, ജോലിക്ക് പോകാൻ പറ്റണില്ല, ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടു. എന്തുകൊണ്ടായിരിക്കും ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടത്? ആ ജോലി ശ്രദ്ധിക്കാൻ പറ്റാത്ത രീതിയിലാണ് അയാൾ ജോലി എടുക്കുന്നത്. കൃത്യമായിട്ട് പോകാൻ തോന്നണില്ല ജോലിക്ക്, അയാൾക്ക് ജോലിയോട് താല്പര്യക്കുറവ്. അങ്ങനെ ഇയാളെ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി മനസ്സിനെ സ്തംഭിപ്പിക്കുക എന്നുള്ളതാണ്. മനസ്തംഭനം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇന്നൊരു വ്യക്തിയാണെന്ന കാര്യം പോലും മറന്നുപോയി അയാൾ ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ അലയും. അങ്ങനെ ലക്ഷ്യമില്ലാതെ അലയുന്ന ആളെ നശിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. അയാൾ സ്വയം നശിച്ചോളൂ, ആരും ഒന്നും ചെയ്യണ്ട. അങ്ങനെയാണ് പലപ്പോഴും ഈ ആഭിചാര കർമ്മങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നത്. ആ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള കുറച്ച് വ്യക്തികളെ, പ്രധാന വ്യക്തിയായിരിക്കും നോട്ടിടുക. അതിനകത്ത് ആരാണോ ഏണിംഗ് പേഴ്സൺ, അത് വരുമാനം ഉണ്ടാക്കുന്ന ആരാണ്, അല്ലെങ്കിൽ ദമ്പതിമാരാരാണ്, അവരെ രണ്ടുപേരെയും തമ്മിൽ എപ്പോഴും കലഹപ്രിയരാക്കുക, അടി ഉണ്ടാക്കുക, ഇയാളെ ജോലിക്ക് പോകാതാക്കുക, സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാക്കുക. ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ കുടുംബം കടം കയറും, ആ കുടുംബം ആ വീട് വെക്കും, ആ നാട്ടിൽ നിന്ന് ഉച്ചാടനം ചെയ്യപ്പെടും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ജ്യോതിഷത്തിലാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ ആദ്യം ഈ ജ്യോതിഷത്തിൽ നമുക്ക് ഇയാൾക്ക് സംഭവിച്ചിട്ടുള്ളത് എന്താണ്, ഏത് തരം കർമ്മമാണ്, കർമ്മബന്ധനാണ് ഇയാൾക്ക് ഉണ്ടായിട്ടുള്ളത് നമ്മൾ ആദ്യം പരിശോധിക്കണം. ഈ കർമ്മം ചെയ്തിട്ടുള്ള കർമ്മി ഏത് വിഭാഗത്തിൽപ്പെടുന്നതാണ്, ഏത് വർണ്ണത്തിൽപ്പെടുന്നതാണെന്ന് നോക്കും.
താന്ത്രികമായി ചെയ്യുന്ന ആളുണ്ട്, ബ്രാഹ്മണ്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളതാണ്ട്, ശാക്തേയ കർമ്മങ്ങൾ ആണ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഏതെങ്കിലും വനവാസികൾ, ആദിവാസികൾ, ഗോത്ര വിഭാഗങ്ങൾ ചെയ്യുന്ന കർമ്മമാണോ ചെയ്തിട്ടുള്ളത്, അത് ഏത് തരം കർമ്മമാണ്, കർമ്മി ആരാണെന്ന് ആദ്യം കണ്ടുപിടിക്കും. കർമ്മി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്കറിയാം ഏകദേശം ഈ ഏത് തരം കർമ്മമാണ് ചെയ്തേക്കുന്നത്. പിന്നെ നമ്മൾ അതിന് സമാനമായ കർമ്മമാണ് ചെയ്യേണ്ടത്. പലപ്പോഴും എല്ലാവർക്കും തെറ്റിപ്പോകുന്നുണ്ടറിയോ. ഇപ്പൊ നമ്മൾ എല്ലാവരുടെയും വിചാരം, സാധാരണക്കാരുടെ വിചാരം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ജ്യോതിഷന്മാരെല്ലാം ഈ ബ്രാഹ്മണിക്കൽ സ്റ്റൈല് അല്ലെങ്കിൽ താന്ത്രിക സമ്പ്രദായം പിന്തുടരുന്ന വിശ്വസിക്കുന്ന ഒരാളുകളാണ് അവർ കൂടുതലും. അപ്പൊ അവർ തന്നെ ഇപ്പൊ ചിലപ്പോഴും വഴിപാട്, ക്ഷേത്രത്തിലേക്ക് വഴിപാട്, ഇല്ലെങ്കിൽ സുദർശന ഹോമം, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ചെയ്യും. പക്ഷെ ഈ തന്ത്ര സംവിധാനത്തിലാണ് ഇയാളെ ബാധിച്ചിരിക്കണമെങ്കിൽ മാത്രമേ സുദർശന ഹോമം കൊണ്ട് സാധിക്കുകയുള്ളൂ. അതായത് ഒരു ചൊല്ലുണ്ടല്ലോ, ദൈവം കയറാത്തടത്ത് പിശാചി കയറുമെന്ന്. അപ്പൊ ഈ ദൈവത്തിന് സുദർശനമൂർത്തിക്ക് ചെന്ന് കയറാൻ പറ്റുന്ന ഇടത്തിലാണോ ഇവരുടെ കർമ്മം ചെയ്തിരിക്കുന്നതെന്ന് നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സുദർശനം കൊണ്ടോ ആവാഹനം കൊണ്ടോ ഒക്കെ ഈ ഇതിനെ ഒഴിപ്പിക്കാൻ പറ്റുള്ളൂ. മറിച്ച് ശാക്തേയ സമ്പ്രദായത്തിലോ മലബാർ സമ്പ്രദായത്തിലോ കല്ലടിക്കോട് മലബാർ സമ്പ്രദായത്തിലോ ഒക്കെ ചെയ്തിട്ടുള്ള കർമ്മമാണെങ്കിൽ ഈ സുദർശനം കൊണ്ടൊന്നും നമുക്ക് അവിടെ എത്തിച്ചേരാൻ പറ്റത്തില്ല. താൽക്കാലിക ശാന്തി കൊടുക്കാം, ഇത് കഴിയുമ്പോൾ ചെറിയൊരു മാറ്റം ഉണ്ടാവും, പക്ഷെ വീണ്ടും ഇവർ കയറി വരും. അപ്പൊ അവിടെ ആ കർമ്മം, കർമ്മി, ഇതെല്ലാം നോക്കണം. മൂർത്തി, ഈ പ്രധാനപ്പെട്ട 3 കാര്യങ്ങളെ നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് സമാനമായ കർമ്മം കൊണ്ട്, മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക എന്ന് പറയുന്ന സമാനമായ കർമ്മരീതി കൊണ്ട് വേണം നമുക്ക് ഇവരെ രക്ഷപ്പെടുത്താൻ. മാത്രമല്ല അവർക്ക് ദേഹരക്ഷ, കലശം, അതുപോലെ സ്ഥലരക്ഷ തുടങ്ങിയ കുറച്ച് ഉപാധികൾ നമ്മൾ മുൻകൂട്ടി കൊടുക്കണം. കാരണം ഇനിയും ഈ ശത്രു വെറുതെ ഇരിക്കില്ല. ശത്രു ഇനിയും ഇതുപോലെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ പറ്റും. അപ്പോഴൊക്കെ ഇവർക്ക് ഓടി ജ്യോതിഷനെ കാണാനും ഈ ചിലവേറിയ കർമ്മം ചെയ്യാനും സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഇനി ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കൂടി ഇവരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്വവും ഈ പറഞ്ഞ കർമ്മി ഏറ്റെടുക്കണം. അല്ലാതെ ഒരു കർമ്മം ചെയ്തു പോയി പിന്നെ ഇവർക്ക് ഇത് ആവർത്തിച്ചു, അത് സാധ്യമല്ല. മറിച്ച് അതിക്ക് ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ശക്തമായ ഒരു രക്ഷാ സംവിധാനം ഒരുക്കി കൊടുക്കേണ്ട ചുമതല കൂടി ഈ മാന്ത്രികനുണ്ട്.